അങ്ങനെ പറഞ്ഞേ ഒരു 1/2 കിലോ കരട്ടി മേടിച്ചോണ്ട് പോയാൽ മത്തി 1/2 കിലോ മത്തി മേടിച്ചിട്ട് മീൻ കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് കൊടുക്കാറുണ്ടല്ലേ. ഇവിടുന്ന് മത്തി കുറച്ച് നേരെ നമ്മളങ്ങനെ മീൻ പിടിക്കാൻ പോകണം ഗൈസ്. മീൻ നമ്മൾ കൊമ്പൻസ്രാവിനെ പിടിക്കും. കൊമ്പൻ സ്രാവിനെ പിടിച്ചോണ്ട് ചെല്ലാന്നാ വീട്ടിൽ പറഞ്ഞു. വണ്ടി ചാക്കൊക്കെ ഉണ്ട് കാണിച്ചില്ല. ചൂണ്ടാണ് ചൂടാണ്. ഞാൻ നോക്കി നല്ല പരിചയമുള്ള വഴി ആഘോഷിന്റെ കൂട്ടില്ലേ പൊറോട്ട കണ്ടപ്പോ ഇവിടെ എന്താ ഇവിടെ അവൻ പറയുകയും ചെയ്തു എന്റെ മീൻ അപ്പുറത്താ പുഞ്ചെന്ന്. ഇത്ര അടുത്താ ഞാൻ ഞങ്ങൾ വന്ന സ്ഥലം കാണിച്ചേ. ഇത് ഇക്കരയിലാടോ. ആ ഷെഡ് ഉണ്ട്. എടാ അതല്ല എടാ ഇത് ആ സംഭവം കാണണല്ലോടാ. ഇതോ വഴി പോയി ഗൈസ്. ഇവിടെ ചൂട്ടിരുന്നോ അതോ നമുക്ക് അവിടെ പോകണോ? എന്ത് വേണം? അപ്പുറത്ത് പോകണോ? എന്നാ വണ്ടി ഭയങ്കര അതോ മറ്റേ സ്റ്റാൻഡ് ആകുമ്പോഴേ കണ്ടത്തിൽ പിടിച്ച് നാട്ടിൽ അരിട്ട് പോയില്ല. വണ്ടി കൊണ്ട് അയച്ചു. വണ്ടി ആദ്യക്കാട്ടുകൾ അങ്ങനെ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ. ഒന്നാമത് പെട്രോളില്ല അതുപോലെ കുളച്ച് കാർ തിരിക്കുമ്പോഴായിരിക്കും എങ്ങോട്ടാ? കാറോട്ട് കൊണ്ടുതന്നെ. അങ്ങനെ നമ്മൾ ചൂണ്ടയിടാൻ എത്തി ഗൈസ്. ചൂണ്ടയിടാൻ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ട് വെള്ളം കയറി നാശമായി. ഇനി എങ്ങനെ കൊണ്ട് ഇറങ്ങിപ്പോകും. സെറ്റാ. അങ്ങനെ ചൂണ്ടയിടാൻ പോവുകയാണ് നമ്മൾ. ഇതെന്തുവാ പണിയിട്ടേക്കോ? കന്നിച്ചൂണ്ട. എന്നെ കൊടുത്തോട്ട് പോരുത്. എഴുതിട്ട് ഞാനും കൂടെ ചാടണോ? ക്യാമറമാനും കൂടെ ചാടണോ? നമ്മൾ മീനെ പിടിച്ചിട്ടുള്ള കാര്യം മീനും ഇല്ല, ഒരു തേങ്ങയും ഇല്ല സ്ഥലത്ത് നിന്ന് ചൂണ്ടയിട്ട്. പിന്നെ ചൂണ്ടയുടെ അറിയാമെന്ന് തന്നെ ആൾക്കറിയാം. ഇവിടെ മീനിൻ്റെ അനക്കമെങ്കിലും ഉണ്ടെന്ന് ആൾക്കറിയാം. ഇപ്പം മീനിൻ്റെ അനക്കമെങ്കിലും ഉള്ള സ്ഥലത്ത് പോയിട്ടില്ലേ കാര്യമുള്ളൂ.
എന്തായാലും കിട്ടുമോ? മീനെ പിടിച്ചിട്ടുള്ള ആ കാര്യം നമ്മളീ പ്രൊഫഷണൽസ് അല്ലാത്തതുകൊണ്ട് മീനില്ലാത്ത സ്ഥലത്ത് വന്ന് ചൂണ്ടിടുന്നിരുത്ത് തല്ലേ കൂടെ ക്യാമറമാൻ കൂടെ വെള്ളത്തിൽ ചാടണോ? മാറിക്കടാ. സത്യം തീറ്റ വെള്ളത്തിലൊക്കെ ഇറങ്ങും നമ്മൾ ഗൈസ്. കുടിക്ക് കുറച്ച് പോയി. ഇവിടെ പണ്ടുള്ളവർക്കൊന്നും ബാത്റൂമിലെത്താൻ പണ്ട് ഇവിടെ നിന്ന് ദൂരിയിട്ടാ കുരുങ്ങി. ഇപ്പൊ കഴിവാണ്. അല്ല നടക്കുമോ? കിട്ടും. ചൂണ്ടയിടാൻ വന്നിട്ടുള്ള റോഡ് എല്ലാം കയറി ഇറങ്ങി വഴി പഠിച്ച്. അങ്ങനെ പറഞ്ഞേ ഒരു 1/2 കിലോ കരട്ടി മേടിച്ചോണ്ട് പോയാൽ മതി. മത്തി 1/2 കിലോ മത്തി മേടിച്ചിട്ട് മീൻ കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് കൊടുക്കാം. ഇവിടുന്ന് മത്തി ഇവിടെ ചൂണ്ടിട്ട് കമ്പും കുറെ ചൂണ്ടായിട്ട് വന്നാൽ മതിയായിരുന്നു. വരെ ഇട്ടായിരുന്നു ഇതിൽ മീൻ കിട്ടിയത്. ചുമ്മാതെ പൊങ്ങച്ചം കാണിക്കാൻ എന്തോ വലിയ സെറ്റപ്പ് ചൂണ്ടയാന്ന് പറഞ്ഞ് കൊണ്ടുവന്നേ മീനും കിട്ടി. വാടക കാശ് ഇനി ആരും ഫണ്ണല്ലേ ഇതൊക്കെ? അതെ അതെ അതെ. മീൻ പോയിട്ട് ഒന്നും കിട്ടില്ല. പാമ്പെങ്കിലും അതിനകത്ത് കൊരുത്താൽ മതിയായിരുന്നു അല്ലേക്കുന്നു. അപ്പോൾ ഒന്നും കൊരുക്കുന്നില്ല. നമുക്കുണ്ട് അങ്ങോട്ട് കൊടുന്നില്ല. പോവാം. ഇവിടുത്തെ ഇങ്ങനത്തെ ചൂണ്ടി ഇവിടുന്ന് മീൻ കിട്ടുമോ? എനിക്കറിയത്തില്ല. അവർ 2 പത്തര ഇടുന്നു. ഇത്തരാണോ കൊത്ത് കിട്ടിയെന്ന് പറഞ്ഞു. ഇനി കൊത്തും കിട്ടിയ മീൻ ഫ്രോഗിന്റെ വാലായിട്ട് പോയി ഗൈസ്. വാലുമില്ല. വാലിങ് വന്നായിരുന്നെങ്കിൽ വാലുണ്ട് മൂട്ട്. മീൻ്റെ വാലായിട്ട് മീൻ പോയി. ഫ്രോഗിന് ഇപ്പോഴാണ് കണ്ടത്. ഇവിടെ കൊത്ത് കിട്ടിയേ നോക്കാണ്ടിറങ്ങി. അവിടെ കൊത്ത് കിട്ടിയേ. വേണ്ട ഇറങ്ങണ്ട നമുക്ക് അറിയാത്ത വെള്ളം. എന്നാലും ഫ്രോഗിൽ എന്ത് എറിഞ്ഞിട്ട് കാര്യം എന്തുവാ? കാര്യമൊന്നുമില്ല. മീൻ എന്തിനും അറിയുക? ഫ്രോഗില്ലാതെ മീനെ എറിഞ്ഞ എന്ത് കാര്യം? ഇവിടെ ഒരു ഫ്രോഗ് ചോദിച്ചാലേ എത്ര രൂപ? അവർക്ക് മീനെ കിട്ടി, നമുക്ക് കിട്ടി ഉണ്ട. നമ്മളെ ഫ്രോഗിൻ്റെ വാലും കൊണ്ട് മീൻ പോയി, പുള്ളിക്കാരൻ മീനും കിട്ടി. എൻ്റെ എക്സ്ട്രാ ഓർഡിനറി ചൂണ്ടയായിട്ട് വന്നതിൻ്റെ. നാളെ നമ്മൾ നാളെ മുളയിൽ കമ്പ് ചൂണ്ട വരെ മേടിച്ച് വേറെ അതാണ് ചൂണ്ട. എന്തുവാ ചൂണ്ടയുടെ അറ്റമായിട്ട് മീൻ പോയി. അവർ മീൻ എടുത്തിട്ട് നോക്കട്ടെ. ജാതി വിവേചനമുള്ള സാധനം. വീട്ടിലെ സാധനത്തിൻ്റെ അറ്റം കൊണ്ട് മീൻ പോയി. കിടിലൻ ചൂണ്ട മീൻ പക്ഷെ കൊണ്ടു. ഞാൻ എക്സ്ട്രാ ഫ്രോഗ് ഉണ്ടെന്ന് ചോദിച്ചേ. മീൻ ഇപ്പം തരാൻ നട ഫ്രോഗ് ചെയ്തോണ്ടിരിക്കും. അത് ചോദിക്കും ഫ്രോഗ് കാണുണ്ടോ കയ്യില്? എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഫ്രോഗോ ചേട്ടാ
എക്സ്ട്രാ ഫ്രോഗ് ഉണ്ടോ? നമ്മളതിൻ്റെ ആ വാല് മീനുണ്ടോ? ഇതിൻ്റെ ആ വാല് മീൻ കടിച്ചോണ്ട് പോയിപ്പോൾ അത് കൊണ്ടുപോയി ഇപ്പോൾ ഇട്ടോ. ഇത് മാത്രം ഇപ്പൊ പിടിച്ചോണ്ട് ഇതിൻ്റെ അറ്റത്തെ സാധനം ആ മീനെ കൊണ്ടുപോയി ഇപ്പോൾ. പൊട്ടിപ്പോയായിരുന്നു. രാവിലെ മാണത്തിന് പിടിച്ചായിരുന്നു ഇവിടെ. അല്ലേ ഓ തോക്കെന്തിനാ സാർ വെടി വെക്കരുത്. പക്ഷേ ഈ നല്ലൊരു വ്യൂ അല്ലേ? വ്യൂ ഒക്കെ അടിപൊളിയാ. നമുക്ക് ഇനി ഒരു ദിവസം വരാം. നമ്മൾ എന്തായാലും ഈ ചൂണ്ട വെച്ച് തന്നെ മീനെ പിടിച്ചിരിക്കും. അതെൻ്റെ വാക്ക്. വാ ഇതൊക്കെ നടന്നാൽ മതി. നടക്കും പിടിക്കുന്നൊക്കെയാ പറഞ്ഞത്. ഫ്രോഗ് ഇല്ലാതെ 2 ഫ്രോഗായിട്ട് ഞാൻ എപ്പോഴും വരാറുള്ളൂ. അതിപ്പോൾ അവിടെ പിടിച്ച് സാധനം കൊണ്ട് അതങ്ങ് പോയി. ചൂണ്ടയില്ല, ചൂണ്ടയിടാൻ കായംകുളത്തൂന്ന് കരിങ്ങാലി പൂഞ്ച വരെ വന്നേ. വാടക കാശ് ഇനി എങ്ങനെ ഉണ്ട്? കായംകുളത്തൂന്ന് 3/4 മണിക്കൂർ യാത്ര ചെയ്ത് ചൂണ്ടയിടാൻ വന്നത് അവിടെ. കുഴപ്പമില്ല. നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും മീൻ കൊണ്ട് പോകും. ഫ്രോഗിൻ്റെ കുഞ്ഞാണിയായിട്ട് മീനങ്ങ് പോയി. നാളെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഈ ഒരു സെറ്റപ്പ് കൊണ്ടുവരാം. ഇത് കൊണ്ടുപോകണം. അത് നോർമൽ ഇതുണ്ടോ? നോർമൽ ഉണ്ട്. അത് കൊണ്ടുവന്നാൽ എന്നാലും നിനക്ക് നോർമൽ വിടാം, എനിക്ക് അപ്പുറത്ത് നിന്ന് ഇത് വിടാം. ഇന്നത്തെ മീനെപ്പിടുത്തം കഴിഞ്ഞ് മീനെയും കിട്ടിയില്ല, ഫ്രോഗും പോയി. നമുക്കിനി ഹാർബറിൽ പോകണ്ടേ? ഹാർബറിൽ ചത്ത മീനെ പിടിച്ചോണ്ട് വരാം. എന്തോ കൊല്ല ഹാർബർ. അതെ. അടുത്ത വീഡിയോ കാണാം. ബൈ. സബ്സ്ക്രൈബ്.